വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ആയിരിക്കാം, വളരെ പ്രതീക്ഷയോടെ നമുക്കായിരിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ നമ്മളോട് കൃത്യമായിട്ട് വ്യക്തമായിട്ട് സംസാരിക്കട്ടെ. ഇന്ന് രാത്രികാലത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് ഞാൻ നൽകുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു തലവാചകം എന്ന് പറയുന്നത് അമേൻ സ്തോത്രം ചെയ്യുന്നു വഴിയാത്രയിൽ വെളിപ്പെടുന്ന ദൈവസാന്നിധ്യം എന്നൊരു കാര്യമാണ്. വഴിയാത്രയിൽ വെളിപ്പെടുന്ന ദൈവസാന്നിധ്യം. അപ്പൊ തീർച്ചയായിട്ടും അമേൻ സ്തോത്രം ചെയ്യുന്നു നമ്മുടെ മനസ്സിലും ഒരു ചോദ്യം ഉണ്ടാകും, എന്തുകൊണ്ടാണ് നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ദൈവസാന്നിധ്യം വെളിപ്പെടാതിരിക്കുന്നത്, അല്ലെങ്കിൽ ദൈവികമായ പ്രവൃത്തികൾ നടക്കാതിരിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന പ്രിയമുള്ളവരോട് ഇന്ന് ഈ ഒരു മെസ്സേജ് അത് പൂർത്തീകരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും പ്രിയമുള്ളവർക്ക് ആ ഒരു കാര്യം ദൈവാത്മാവ് തന്നെ സംസാരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു വാക്യം വായിച്ച് വളരെ വേഗത്തിൽ മുന്നോട്ടേക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. നമുക്ക് വളരെ സുപരിചിതമായ ഒരു ഭാഗത്ത് നിന്നാണ് സംസാരിക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അമ്മ 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ നിന്ന് അവിടെ നിന്ന് ഒരു വാക്യം വായിച്ച് ദൈവാത്മാവ് നൽകുന്ന ചിന്തയെ വളരെ വേഗത്തിൽ പറഞ്ഞ് അമ്മേൻസൺ അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 19-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. 1 രാജാക്കന്മാർ 19-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. 18-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യവും 2-ാമത്തെ വാക്യവും ചേർത്ത് വായിക്കുന്നു. ഏറിയ നാൾ കഴിഞ്ഞിട്ട് 3-ാം സംവത്സരത്തിൽ ഏലിയാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായി, നീ ചെന്ന് ആഹാബിന് നിന്നെ തന്നെ കാണിക്കാം, ഞാൻ ഭൂതലത്തിൽ മഴ പെയ്യിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഏലിയാവ് ആഹാബിന് തന്നെത്താൻ കാണിപ്പാൻ പോയി. ക്ഷാമമോ ശമരിയിൽ കഠിനമായിരുന്നു. ഞാൻ ആ 2-ാമത്തെ വാക്യത്തെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്ക് കാണുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. ഏലിയാവ് ആഹാബിന് തന്നെത്താൻ കാണിപ്പാൻ പോയി. ക്ഷാമമോ ശമരിയിൽ കഠിനമായിരുന്നു. അപ്പോൾ 2 കാര്യങ്ങൾ ഒരുമിച്ച് നടക്കുന്ന ഒരു പ്രത്യേകമായ മേഖലയുടെ അകത്ത് അവിടെ വ്യത്യസ്തമായ 2 തലങ്ങളെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അന്ന് ആഹാബ് പുറപ്പെട്ടു പോയി, പക്ഷെ ആ വാക്യം അവസാനിപ്പിക്കുന്നത് ശമരിയിൽ കഠിനമായ ഒരു ക്ഷാമം ഉണ്ടായിരുന്നു എന്നതാണ്. എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ, പലപ്പോഴും അമേൻസർ നമ്മുടെ ആത്മീയ ജീവിതം ഇതുപോലെ തന്നെയാണ്. അമേൻ സ്തോത്രം ചെയ്യുന്ന ഒന്നുകൂടെ വ്യക്തമായിട്ട് വചനത്തിലൂടെ തന്നെ ആ കാര്യത്തെ സംസാരിച്ചാൽ പലപ്പോഴും ജീവിതത്തിന്റെ ചില പ്രത്യേകമായ മേഖലകളുടെ അകത്ത് പല തീരുമാനങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ടേക്ക് കടന്നു പോകുന്ന സമയത്ത് അതിന് ഒപ്പോസിഷൻസ്, അതിനെതിരായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കും, കർത്താവേ ഇത് എന്തുകൊണ്ടാണ് ഞാൻ ദൈവത്തിന്റെ പദ്ധതി പ്രകാരമാണല്ലോ മുന്നോട്ടേക്ക് കടന്നു പോയത്, അല്ലെങ്കിൽ ദൈവിക പദ്ധതി അനുസരിച്ചാണല്ലോ ഞാൻ മുന്നോട്ടേക്ക് ആയിരിക്കുന്നത് എന്നൊരു കാര്യം പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. എങ്കിലും ഈ പകൽക്കാലം ആ ചിന്തയോടിരിക്കുന്ന പ്രിയമുള്ളവരുടെ ആ തലവാചകം മറന്നു പോകരുത്. വഴിയിൽ വെളിപ്പെടുന്ന ദൈവസാന്നിധ്യം, അല്ലെങ്കിൽ യാത്രയിൽ വെളിപ്പെടുന്ന ദൈവസാന്നിധ്യം. ഈ ഒരു ഭാഗത്തിൽ നമ്മൾ ഒത്തിരി തവണ ഏലിയാവിനെ കുറിച്ച് മെസ്സേജ് പറഞ്ഞിട്ടുണ്ട്. കർത്താവിന്റെ കൃപയാലും അടിയനും ഇവിടെ ഒത്തിരി തവണ ഏലിയാവിനെ കുറിച്ച് പറയുവാൻ ഇടയായിട്ടുണ്ട്. എന്നാൽ ഞാൻ ഇന്ന് ഏലിയാവിനെ കുറിച്ചല്ല പറയുവാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിന് താഴോട്ട് വായിച്ചു വരുന്ന സമയത്ത് അതിന് 3-ാമത്തെ വാക്യത്തിൽ കാണുന്ന ഒരു കാര്യമുണ്ട്. ആകയാൽ ആഹാബ് തന്റെ ഗൃഹവിചാരകനായ ഒബദ്യാവെ ആളയച്ചു വരുത്തി. ഒബദ്യാവോ യഹോവയെങ്കിൽ മഹാഭക്തനായിരുന്നു. അപ്പൊ ഇന്ന് പകൽക്കാലം നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാൻ പോകുന്നത് ഒബദ്യാവ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ച്. അദ്ദേഹത്തെ കുറിച്ച് അതിന് മുൻപേ ഉള്ള അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. അദ്ദേഹം അമേൻ ചെറിഞ്ഞത് ആരാണെന്നോ അദ്ദേഹത്തിന്റെ പശ്ചാത്തലം എന്തെന്നോ ഒന്നും വളരെ വ്യക്തമായിട്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. പക്ഷെ വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അമേൻ ചെറിഞ്ഞത് ഒബദ്യാവ് ആരാണ് എന്നുള്ളതിനേക്കാൾ അദ്ദേഹം ഒരു യഹോവ ഭക്തനായിരുന്നു. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഞാൻ ഒരു ആത്മാവിൽ ഒരു ആലോചന അമേൻ പ്രിയമുള്ളവരോട് കൈമാറട്ടെ. നമ്മൾ ആരാണ് എന്നുള്ളതിനേക്കാൾ നമ്മൾ ദൈവത്തിൽ നമ്മുടെ അമേൻസറുടെ ടെസ്റ്റിമോണി എന്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. യോബിനെ കുറിച്ച് ദൈവം തന്നെ പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്. അമേൻ പറഞ്ഞു. അതേപോലെ നമ്മളെ കുറിച്ച് മനുഷ്യർ പറയുന്ന സാക്ഷ്യമുണ്ടാകാം, നമ്മളെ കുറിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവർ പറയുന്ന സാക്ഷ്യമുണ്ടാകാം, നമ്മളെ കുറിച്ച് നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയില്ല. ഞാൻ ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ, നമ്മൾ വളരെ സ്നേഹിക്കുന്ന ഒരാളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും, അദ്ദേഹം എന്ത് ചിന്തിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് നല്ലത് എന്ന് പറയും, അല്ലെ? അമേൻ പറഞ്ഞു. അതേ സമയത്ത് നമ്മൾ അത്ര ഇഷ്ടപ്പെടാത്ത ഒരാളാണെങ്കിൽ നമ്മൾ എന്ത് പറയും, അത് അങ്ങനെ അല്ല എന്നൊരു കാര്യം നമ്മൾ തുറന്നു പറയും. പക്ഷെ ഞാനൊരു കാര്യം തുറന്ന് ഞാൻ സംസാരിക്കട്ടെ. മറ്റുള്ളവർ പറയുന്ന സാക്ഷ്യത്തെക്കാൾ ഏറ്റവും ശ്രേഷ്ഠകരമാണ് ദൈവം നമ്മളെ കുറിച്ച് പറയുന്ന സാക്ഷ്യം എന്ന് പറയുന്നത്. ആ ഒരു സാക്ഷ്യത്തിന് വേണ്ടിയിട്ടായിരിക്കട്ടെ നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് ഓർമ്മിപ്പിച്ച് ഞാൻ മുന്നോട്ടേക്ക് കടന്ന് പോകുകയാണ്. അവിടെ കാണുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. അവിടെ അതിനുശേഷമായിട്ട് അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ ഓബദ്യാവ് വഴിയിൽ ഇരിക്കുമ്പോൾ ഏലിയാവ് എതിരേറ്റ് വരുന്നത് കണ്ട് അവനെ അറിഞ്ഞിട്ട് സാഷ്ടാംഗം വീണു എന്ന് പറഞ്ഞാൽ, ഇത് നമ്മൾ മലയാളം ബൈബിളിന്റെ ചെറിയൊരു മിസ്റ്റേക്ക്. അവിടെ വഴിയിൽ ഇരിക്കുമ്പോൾ എന്നാണ് മലയാളം ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ അവിടെ വഴിയിൽ ഇരിക്കുമ്പോൾ എന്നല്ല, ഓൺ ദ വേ എന്നൊരു കാര്യം, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അമേരിക്കൻ ചെയ്തു, അല്ലെങ്കിൽ പൊക്കോണ്ടിരിക്കുമ്പോൾ, വാക്കിംഗ്, അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കാര്യത്തെ കാണിക്കുന്ന കാര്യം. മലയാളം ബൈബിളിൽ വഴിയിൽ ഇരിക്കുമ്പോൾ എന്നൊരു കാര്യമോ അമേൻ സ്തോത്രം ചെയ്യുന്നു. അതിന്റെ യഥാർത്ഥമായ ഒരു മീനിങ് നമ്മൾ നോക്കുമ്പോൾ ആത്മീക അർത്ഥം ഞാൻ അവിടെ തുടർന്ന് സംസാരിക്കുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. അമേൻ സ്തോത്രം ചെയ്യുന്നു. 6-ാമത്തെ വാക്യം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്.
അവർ രണ്ടുപേരും രണ്ട് വഴിയിലൂടെ കടന്നു പോവുക. ആഹാബും ഒബദ്യാവും രണ്ട് വഴിയിലൂടെ കടന്നു പോകുമ്പോൾ 6-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ ഒരു കാര്യം എഴുതി വെച്ചിരിക്കുന്നു: ഓബദ്യാവും തനിച്ച് മറ്റൊരു വഴിക്ക് പോയി. അപ്പോൾ ആഹാബിന്റെ വഴിയിലല്ല ഓബദ്യാവ് പോയത് എന്ന് പറഞ്ഞാൽ, മീൻസ് പറഞ്ഞു നമ്മുടെ എല്ലാം ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ പോകുന്ന വഴിയിലൂടെ തന്നെ നമ്മൾ പോകണം, അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ നമ്മൾ ചെയ്യണം, അല്ലെങ്കിൽ മറ്റുള്ളവർ ആരാധിക്കുന്നത് പോലെ തന്നെ നമ്മൾ ആരാധിക്കണം, മറ്റുള്ളവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കോപ്പി പേസ്റ്റ് ചെയ്യുന്ന ഒരു തലത്തിന് മാറ്റമുണ്ട്. ഇന്നലെ രാത്രി ഇങ്ങനെ കിടക്കുന്നതിന് മുമ്പ് അവൻ പ്രാർത്ഥിച്ച സമയത്ത് ദൈവാത്മാവിനോട് ഇടപെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ചെയ്യുന്നു, യാക്കോബ് യാക്കോബ് ആയാൽ മതി, യാക്കോബ് ഏശാവ് ആകാൻ നിൽക്കരുത്. ഞാൻ വളരെ വ്യക്തമായിട്ട് ആ കാര്യത്തിൽ ഒന്ന് തുറന്ന് സംസാരിക്കട്ടെ. പ്രിയരെ, ഭക്തനായ ചെയ്യുന്നു ആ ഇസഹാക്കിനും റിബേക്കയ്ക്കും ദൈവം കുഞ്ഞുങ്ങളെ ദാനമായി നൽകിയപ്പോൾ അവിടെ കൃത്യമായിട്ട് അവിടെ ഇടപെട്ട ഒരു ദൈവിക ശബ്ദമുണ്ട്. ഇളയവൻ മൂത്തവനേക്കാൾ ശ്രേഷ്ഠനായിട്ട് മാറും എന്നൊരു വാക്തത്വം അവിടെ കിടക്കുന്നുണ്ട്. എന്നാൽ പറയുന്നത് വാക്തത്വമൊക്കെ ഉണ്ട് എങ്കിലും പുറത്തു വന്നത് ഏശാവാണ് എന്നൊരു കാര്യവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ ഒരു ഘട്ടം വന്നപ്പോൾ ജ്യേഷ്ഠാവകാശം തട്ടിയെടുക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ, അല്ലെങ്കിൽ അപ്പൻ തന്റെ മൂത്ത പുത്രനായ ഏശാവിനെ അനുഗ്രഹിക്കുവാൻ പോകുന്നു എന്നൊരു കാര്യം മാതാവ് ആയിരിക്കുന്ന റിബേക്ക കേട്ട സമയത്ത് അവിടെ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് പ്രിയരെ. എന്നാന്ന് വെച്ചാൽ ചെയ്തു, അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. യാക്കോബിനോട് പറയുകയാണ്, നീ എന്ത് ചെയ്യണം, ഏശാവിന്റെ വേഷം ധരിച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിന്തയാത് ചെയ്യുന്നു. ഞാനത് ആദ്യമായിട്ട് ഈ ഒരു മീറ്റിംഗിൽ അത് പങ്കുവെക്കുകയാണ്. അവിടെ ഒരു ആത്മീകമായ മർമ്മം മറഞ്ഞ് കിടക്കുന്നുണ്ട്. ഭക്തനായ അപ്പനും അമ്മയും ഭക്തന്മാരാണ്, ആരാധിക്കുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്, തീരുമാനത്തിലൊക്കെ ഉറച്ചു നിൽക്കുന്നവരാണ്. പക്ഷേ ഒരു ഘട്ടം വന്നപ്പോൾ അമ്മ വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ എന്ത് ചെയ്യണം, അവിടെ ഏശാവിന്റെ വസ്ത്രം ഇരിക്കുന്നുണ്ട്, ആ വസ്ത്രം നീ എടുത്തിട്ട് പോകണം. ഇങ്ങനെ പോകുന്ന ഒരു സാഹചര്യത്തില് ഇസഹാക്ക് തൊട്ടു നോക്കുമ്പോൾ വസ്ത്രം ഏശാവിൻ്റെതാണ്, ശബ്ദം യാക്കോബിൻ്റെതാണ്. എന്നാൽ അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ നിന്റെ മകനായ ഏശാവ് തന്നെയാണ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ പറഞ്ഞു. അതിൻ്റെ ഒരു മറ്റൊരു മർമ്മം കൂടെ ഞാൻ വെളിപ്പെടുത്തട്ടെ പ്രിയമുള്ളവരെ. അവിടെ ഒരു കോലാട്ട് കുട്ടിയെ കൊന്ന് അതിന്റെ പറഞ്ഞു മാംസം പാകം ചെയ്തിട്ടാണ് യാക്കോബ് അവിടെ ആയിരിക്കും. എന്നാൽ ചില അധ്യായങ്ങൾ കഴിഞ്ഞ് മുന്നോട്ടേക്ക് കടന്നു വരുമ്പോൾ 37-ാം അധ്യായത്തിൽ ചെയ്യുന്നു, പണ്ട് ഏശാവിന്റെ പേരെടുത്ത യാക്കോബിനെ ചെയ്യുന്നു സ്വന്തം മക്കൾ ഒരു കോലാട്ട് കുട്ടിയെ കൊന്ന് ചെയ്യുന്നു അവനെ വഞ്ചിച്ചത് കാണുവാൻ സാധിക്കും. ഞാൻ തുറന്നു പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മൾ മറ്റൊരാളാകുവാൻ ശ്രമിച്ചാൽ നമ്മൾ മറ്റൊരു രീതിയിലോട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുവാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ, കർമ്മം എന്ന് പറയുന്ന ഒരു കാര്യം അതിനെ നമ്മൾ വിശ്വസിക്കുന്നില്ല എങ്കിലും എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു കാര്യം ഈ ന്യൂട്ടന്റെ 3-ാമത്തെ ചലന നിയമം. അത് പറയുന്ന കാര്യം ഇങ്ങനെയാണ്, എല്ലാ കാര്യത്തിനും തുല്യവും വിപരീതമായ ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ഉണ്ടാകും. മനസ്സിലാകുന്നുണ്ടോ? ആ ഒരു കാര്യത്തെ സയൻസ് പറയാൻ വേണ്ടിയിട്ടല്ല, കർമ്മത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. സ്തോത്രം ചെയ്യുന്നു. മറ്റൊരാളാകുവാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അവിടെ നമ്മൾ ഇല്ലായ്മ ചെയ്യുന്നത് നമ്മുടെ ഐഡന്റിറ്റിയാണ്. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പലർക്കും പലതാകുവാനാണ് ആഗ്രഹം. പക്ഷേ ക്രിസ്തുവിനെ പോലെ ആകുവാൻ ആർക്കും താല്പര്യമില്ല. ഈ ലോകത്തിലെ ഫേമസ് ആയിട്ടുള്ള വ്യക്തികൾ, അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കാർ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സെലിബ്രിറ്റീസ് ആയിട്ട് മാറുന്ന സാഹചര്യത്തിൽ പലരും അവരുടെ ഐഡന്റിറ്റി കോംപ്രമൈസ് ചെയ്യുമ്പോൾ നമ്മൾ വായിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. ആഹാവ് തനിച്ചൊരു വഴിക്ക് പോയി, ഓബദ്യാവും തനിച്ച് മറ്റൊരു വഴിക്ക് പോയി. എന്റെ പ്രിയമുള്ളവരെ, ചില സമയത്ത് നമ്മുടെ യാത്രകൾ തനിച്ച് പോകേണ്ടതായുള്ള ചില മേഖലകൾ ഉണ്ടാകാം. ചില പ്രത്യേകമായ ഘട്ടത്തിൽ നമ്മൾ തനിച്ച് കടന്നു പോകേണ്ട ചില സാഹചര്യങ്ങൾ ഉണ്ടാകാം. ചില തനിച്ച് നമ്മൾ മാത്രമായിരിക്കേണ്ട നമ്മുടെ രാത്രികൾ ഉണ്ടാകാം. മറ്റാർക്കും പ്രവർത്തിക്കുവാൻ കഴിയാത്ത, മറ്റാർക്കും ഇടപെടുവാൻ കഴിയാത്ത, മറ്റാർക്കും സംസാരിക്കുവാൻ കഴിയാത്ത, മറ്റാർക്കും നമ്മെ മനസ്സിലാക്കുവാൻ കഴിയാത്ത ചില പ്രത്യേകമായ തലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും വാക്തത്വമുള്ള ദൈവ പൈതലെ, വാക്തത്വമുള്ള കർത്താവിന്റെ ദാസന്മാരെ, ഈ പകൽക്കാലം ആത്മാവിൽ ഞാനൊരു കാര്യം തുറന്ന് സംസാരിക്കട്ടെ. സ്തോത്രം ചെയ്യുന്നു. ഇത്തരത്തിൽ വാക്തത്വങ്ങൾ താമസിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഐഡന്റിറ്റിയെ കോംപ്രമൈസ് ചെയ്യരുത്. വാക്തത്വങ്ങൾ താമസിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ നമ്മൾ കോംപ്രമൈസ് ചെയ്യരുത്. ഒന്നുകൂടെ വ്യക്തമായിട്ട് ആ കാര്യത്തെ പറഞ്ഞാൽ, അവൻ മറ്റൊരു വഴിക്ക്, ആഹാബിന്റെ വഴിക്കാണ് ഓബദ്യാവ് പോയിരുന്നതെങ്കിൽ ആഹാബിനും ഗുണമില്ല, ഓബദ്യാവിനും ഗുണമില്ല. ഞാനൊരു കാര്യം തുറന്ന് സംസാരിക്കട്ടെ. ഇവിടെ ഈ ഒരു ഓബദ്യാവ് എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം അതിന് 7-ാമത്തെ വാക്യത്തിൽ കാണുന്ന കാര്യം ഇങ്ങനെയാ,
ഓബദ്യാവ് വഴിയിൽ ഇരിക്കുമ്പോൾ ഏലിയാവ് എതിരേറ്റ് വരുന്നത് കണ്ടു. എന്ന് പറഞ്ഞാൽ ഓബദ്യാവ് ഏലിയാവിനെ അല്ല എതിരേറ്റ് ചെന്നത്, ഏലിയാവ് ഓബദ്യാവിനെയാണ് എതിരേറ്റ് ചെല്ലുന്നത്. പലപ്പോഴും ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത, അമേൻ സ്തോത്രം ചെയ്തു. ഞാൻ ഈ ദിവസങ്ങളിലെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം, അടുത്തൊരു മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രിയ സന്ധി സിസ്റ്റർ എപ്പോഴും ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പാസ്റ്റർ സനു കീച്ചേരിയിൽ ഒഡീഷയിൽ നിന്നാണെന്ന് പറയാറുണ്ട്. ഇനി ഒഡീഷയിൽ നിന്നല്ല, അടുത്ത അമേൻ സ്തോത്രം ഒരു അസൈൻമെന്റിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ കൃപയാൽ ഏപ്രിൽ മാസം 14 തീയതി ഞാൻ നാട്ടിൽ ഇവിടെ എത്തി. അടുത്ത ഒരു അമേൻ സ്തോത്രം കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും അമേൻ ഈ സമയങ്ങളിൽ അമേൻ സ്തോത്രം ചെയ്യുന്നു. ചില സമയത്തൊക്കെ നമ്മൾ അമേൻ നമ്മൾ കൃത്യമായിട്ടുള്ള ദൈവ ശബ്ദം കേട്ടിട്ടാണ് നമ്മളൊരു ശുശ്രൂഷയിലോട്ട് ഇറങ്ങി വന്നതെങ്കിലും അമേൻ സ്തോത്രം ഞാൻ കഴിഞ്ഞ തവണ നമ്മുടെ മീറ്റിംഗിൽ പറഞ്ഞൊരു കാര്യമാണ്, 6 തവണ ഏകദേശം 6ഓളം കൺഫർമേഷൻ കൃത്യമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ട സമയത്താണ് ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് നാട്ടിലോട്ട് വന്നത്. എന്നാൽ എനിക്ക് കൃത്യമായ ഒരു ബോധ്യമുണ്ട്, ദൈവം തന്നെ കാര്യങ്ങളെ ക്രമീകരിക്കും. അമേൻ സ്തോത്രം ചെയ്തു. പക്ഷേ അമേൻ സ്തോത്രം എല്ലാ കാര്യം നമുക്ക് എന്നാ പറയാൻ പറ്റത്തില്ല, എല്ലാ ആളുകളുടെ മുമ്പിലും തെളിയിക്കാൻ പറ്റത്തില്ല. ചോദ്യങ്ങൾ വരും, അടുത്തത് എന്താണ്, എങ്ങനെയാണ്, ചുമ്മാ ഇരിക്കുവാണോ? ഈ സമയത്തൊക്കെ അമേൻ ദൈവാത്മാവ് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, നമുക്ക് ദൈവം 2 ചെവി തന്നിരിക്കുന്നത് അമേൻ സ്തോത്രം എന്തിനാന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ നമ്മുടെ ചെവിയിലൂടെ കേട്ടിട്ട് അപ്പുറത്തെ ചെവിയിലൂടെ വിടണം. അമേൻ സ്തോത്രം. എന്നാൽ അവിടെ ഒരു കാര്യം കൂടെ ഞാൻ തുറന്ന് സംസാരിക്കട്ടെ, കേൾക്കേണ്ട കാര്യങ്ങൾ നമ്മൾ വിടുകയും വിടേണ്ട കാര്യങ്ങൾ നമ്മുടെ അമേൻ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യുമ്പോഴുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അമേൻ സ്തോത്രം ചെയ്ത് വല്ലാത്ത രീതിയിൽ നമ്മൾ വീണ് പോകുന്നത് എന്നൊരു കാര്യം തുറന്ന് പറയുന്നതിൽ എനിക്ക് അല്പമായ സങ്കടമുണ്ട്. എങ്കിലും പ്രിയമുള്ളവരെ, അമേൻ സ്തോത്രം കൃത്യമായിട്ട് എനിക്കൊരു ബോധ്യമുണ്ട്, ചില സമയത്ത് ഞാൻ മാത്രം കടന്നു പോകേണ്ടതായ ചില പ്രത്യേകമായ മരുഭൂമിയുടെ അനുഭവമുണ്ട്. ആ മരുഭൂമിയിലൂടെ ഞാൻ കടന്നു പോയാൽ മാത്രമേ അവൻ എന്റെ മുന്നിൽ കടന്നു വരുന്ന ദൈവജനത്തോട് വ്യക്തമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ആലോചനകൾ എനിക്ക് സംസാരിക്കുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയമുള്ളവരോടും അവൻ നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത് വ്യത്യസ്തമായ സാഹചര്യമാണെങ്കിലും നമ്മുടെ അവൻ വ്യത്യസ്തമായ ചില ഏകാന്തതകളാണ് എങ്കിലും അതിന്റെ അകത്ത് തന്നെ അവൻ നമ്മൾ വിശ്വസ്തമായി നിന്നാൽ നമ്മളെ ചിലത് തേടി വരുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഞാനത് തുറന്നു പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ 2025 കോളേജിൽ ഇരുന്ന സമയത്ത് അമേൻ ഞാനൊരു വലിയൊരു മീറ്റിങ്ങിന്റെ ഒരു കാര്യം ഇങ്ങനെ കാണുവാനായിട്ട് അന്ന് അമേൻ ഹൃദയത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ ദൈവഹിതമെങ്കിൽ ആ മീറ്റിംഗ് എനിക്ക് ലഭിക്കണം. ഞാൻ അമേൻ ഒരു വ്യക്തിയോടും പറയത്തില്ല, എനിക്ക് യാതൊരു റെക്കമെൻഡേഷനും വേണ്ട. പക്ഷേ അവൻ കഴിഞ്ഞ ആഴ്ചകളിൽ ആ ഒരു മീറ്റിംഗ് ഏകദേശം 200-ലധികം ഫാമിലീസ് ജോയിൻ ചെയ്യുന്ന അമേൻ രാവിലെ ഒരു മീറ്റിംഗ് ആണത്. അമേൻ സ്തോത്രം ചെയ്യുന്നു. ഏകദേശം അന്ന് ആ ഒരു ദിവസം എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു 200ഓളം ആളുകൾ ഒരു ഫോൾഡറിൽ ജോയിൻ ചെയ്യുന്ന ഒരു മീറ്റിംഗിൽ ഞാൻ ജോയിൻ ചെയ്യുന്നത്. പറഞ്ഞു വന്നത് എന്തിനാന്ന് വെച്ചാൽ, നമ്മൾ ചിലത് നമ്മുടേതായ ഇഷ്ടത്തിനനുസരിച്ച് തേടി പോകുമ്പോൾ നമ്മൾ ചില അവസരങ്ങളെ, നമ്മൾ ചില അമേൻ പ്രത്യേകമായ നന്മകളെ, പ്രത്യേകമായ കാര്യങ്ങളെ തേടി പോകുന്നതിന് പകരമായി കാത്തിരിക്കുവാൻ നമ്മൾ തയ്യാറാകുന്നുവെങ്കിൽ അവിടെയാണ് ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. അമേൻ ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ അമേൻ എന്തുകൊണ്ടായിരിക്കണം ഏലിയാവ് ഓബദ്യാവിന്റെ മുന്നിലോട്ട് വന്നത്? ഓബദ്യാവിന്റെ മുന്നിലോട്ട് ഏലിയാവ് വന്നതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് കൃത്യമായ ദൈവത്തിന്റെ ഒരു നിയോഗത്തിൽ തന്നെയാണ് ആ കാര്യം. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ഏലിയാവിന്റെ ജീവിതാനുഭവമായിട്ട് കണക്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ, കഴിഞ്ഞ ദിവസം നമ്മുടെ മീറ്റിംഗിലാണോ എന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ സംസാരിച്ചൊരു കാര്യം, 16-ാം അധ്യായത്തിൽ 4 രാജാക്കന്മാരുടെ കാര്യം പറയുമ്പോൾ അവിടെ ഏലിയാവിന്റെ ഒരു അഡ്രസ്സ് പോലും കൊടുക്കുന്നില്ല, ഏലിയാവിനെ കുറിച്ചൊരു വാക്ക് പോലും പറയുന്നില്ല. പക്ഷേ 17-ാം അധ്യായത്തിൽ വളരെ വേഗത്തിൽ വരുന്ന ഏലിയാവ് എന്ന് പറഞ്ഞാൽ, ഏലിയാവിനോട് നമ്മൾ ചോദിച്ചാൽ ഏലിയാവ് പറയുന്ന ഒരു കാര്യമുണ്ട്, പെട്ടെന്നൊന്നും വന്നതല്ല, കുറച്ച് കാത്തിരുന്ന്, കുറച്ച് പ്രാർത്ഥിച്ച, അത്യാവശ്യം നല്ല രീതിയിൽ അമേരിക്കർ ആരും അറിയാതെ ദൈവസന്നിധിയിൽ കരഞ്ഞിട്ടാണ് 17-ാം അധ്യായത്തിലോട്ട് വന്നത് എന്ന് മനസ്സിലാക്കുന്ന അമേരിക്കർ ഏലിയാവ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? 18-ാം അധ്യായത്തിൽ ഒരു ഓബദ്യാവ് ഉണ്ട് എന്നൊരു കാര്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിന് നിയോഗം നൽകിയപ്പോൾ അതുകൊണ്ടാണ് ഓബദ്യാവിന്റെ അടുത്ത് പോയിട്ട് അമേരിക്കർ ഏലിയാവ് വെളിപ്പെടുന്നത്. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ അമേരിക്കർ ആഹാബിനെ ആ വായിച്ച വാക്യം എങ്ങനെയാ? ആഹാബിന് നിന്നെ തന്നെ കാണിക്ക എന്നൊരു കാര്യം ആരാ പറഞ്ഞത്? യഹോവ പറഞ്ഞത് ഏലിയാവിനോടാ. അപ്പൊ പറഞ്ഞ കാര്യം എന്തുവാ? ആഹാബിന്റെ അടുക്കൽ നീ നേരിട്ട് ചെല്ലണം, നിന്നെ തന്നെ കാണിക്കണം. ഞാൻ അവിടെ നിന്നൊരു ആത്മീയമായ മർമ്മം കൂടി ഒന്ന് കൈമാറട്ടെ. നമ്മൾ പലപ്പോഴും നമ്മൾ എന്തോ വലിയ സംഭവമാകുന്ന ഒരു ചിന്തയിലൂടെ കടന്നു പോകുമ്പോഴാണ് ശുശ്രൂഷയുടെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്? പരാജയപ്പെടുന്നത് എന്നൊരു കാര്യം തുറന്ന് സമ്മതിക്കാതെ വയ്യ. നമ്മൾ ഇവിടെ അദ്ദേഹത്തോട് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, നീ എന്ത് ചെയ്യണം? നിന്നെ തന്നെ ആഹാബിന്റെ മുമ്പാകെ കാണിക്കണം. പക്ഷേ അമേൻ ചെന്ന് നമ്മളെ ഇന്ന് ഈ ഒരു കാണിക്കുക എന്ന് പറയുന്ന കാര്യം നമ്മുടെ ആത്മീക കൂട്ടായ്മകളിൽ പോലും കടന്നു വന്നിരിക്കുക അല്ലെ? കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അമേൻ ഒഡീഷയിലായിരുന്ന സമയത്ത് എന്റെ സാറ് അദ്ദേഹം പറഞ്ഞൊരു ആശയം എന്നെ ഭയങ്കര ചിന്തിപ്പിക്കുവാനിടയായി തീർന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാ, നമുക്ക് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഗസ്റ്റ് പ്രീച്ചേഴ്സ് ഉണ്ട് അല്ലെ? ഗസ്റ്റ് ആയിട്ട് പോകുന്ന ഒത്തിരി ആളുകളുണ്ട്.
അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, സാറിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ അവിടെ നിന്ന് പഠിക്കുവാൻ കർത്താവ് സഹായിച്ചു. അദ്ദേഹം ടൈം അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഭയങ്കര പഞ്ചുവല. അപ്പൊ അദ്ദേഹം ഒരു മീറ്റിംഗ് ഉണ്ടെങ്കിൽ ആ മീറ്റിംഗിന് കൃത്യസമയത്തിന് മുമ്പ് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് മുമ്പ് അദ്ദേഹം എത്തും. അദ്ദേഹം ആ ഒരു കാര്യങ്ങൾ ആ ഒരു രീതിയിൽ ചെയ്തപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു തന്നൊരു കാര്യം ഇങ്ങനെയാ, ചില ഗസ്റ്റ് ആയിട്ടുള്ള ആളുകളുടെ ഒരു ചിന്തയുണ്ട്, മീറ്റിംഗ് തുടങ്ങി അവരെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ വന്നാൽ മതി, അങ്ങനെ ഒരു ചിന്ത ഉള്ള ആളുകൾ ഈ കൂട്ടത്തിൽ നമ്മുടെ അമീൻസ്, ഈ കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ വിശ്വാസ സമൂഹത്തെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അമീൻസ് നമ്മുടെ ഇടയിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാട് വളർന്നു വരുന്ന സാഹചര്യത്തിൽ അദ്ദേഹം എന്നോട് പറഞ്ഞു തന്നൊരു കാര്യമുണ്ട്, നമ്മൾ ഗസ്റ്റ് ആയിട്ട് അവിടെ പോയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അത് നമ്മൾ എന്തോ ഷോ ഓഫ് ചെയ്യാനുള്ള ഒരു കാര്യമല്ല. അമീൻ സ്തോത്രം ചെയ്യുന്നു. അവിടെ ഇരിക്കുന്ന ആളുകൾ ആരും മണ്ടന്മാരല്ല എന്നൊരു കാര്യം അദ്ദേഹം എന്നോട് ഇങ്ങനെ സംസാരിക്കുവാനായിട്ട്. എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ, പ്രിയമുള്ളവരെ, അമിഷൻ നമ്മളെ തന്നെ നമ്മൾ എന്തോ ആന്നൊരു ചിന്ത എപ്പോഴാണോ നമുക്ക് വരുന്നത് അപ്പൊ തൊട്ടാണ് നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ വരുന്നത് എന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഈ ഏലിയാവിനോട് യഹോവ പറഞ്ഞൊരു കാര്യമാ. പക്ഷേ എന്തുകൊണ്ടാണ് ഏലിയാവ് നേരിട്ട് ആഹാബിന്റെ അടുക്കൽ പോകാതിരുന്നത്? അതിന്റെ ഇടയ്ക്ക് എന്തിനാണ് ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് ഒരു വ്യക്തി കടന്നു വന്നത് എന്ന് പറഞ്ഞാൽ, ആ ഒരു കാര്യത്തെ ആത്മാവിൽ അമേശ്വരം ചെയ്യുന്ന ഒരു സന്ദേശമായിട്ട് ഇങ്ങനെ സംസാരിച്ചാൽ അമേശ്വരം ചെയ്യുന്നു, ആ ഒരു ക്രെഡിറ്റ് അല്ലെങ്കിൽ അതിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ദൈവിക പദ്ധതി ഓബദ്യാവിലൂടെ നടക്കണം എന്നൊരു ദൈവത്തിന്റെ പദ്ധതി ഉള്ളത് കൊണ്ടാണ് ദൈവം എന്ത് ചെയ്യുന്നത്, അതിന്റെ അകത്ത് അമേശ്വർ ഓബദ്യാവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ വഴി യാത്രയുടെ മധ്യയാണ് ഓബദ്യാവിന്റെ മധ്യേ വലിയൊരു ദൈവസ്ഥാനത്തെ വെളിപ്പെടുന്നത്. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, ഓബദ്യാവ് എന്ന് പറയുന്ന മനുഷ്യനെ വലിയ രീതിയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല എങ്കിലും മൂന്നാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. അവൻ ചെയ്യുന്ന കാര്യം, അവനൊരു മഹാഭക്തനായിരുന്നു എന്ന് മാത്രമല്ല, നാലാമത്തെ വാക്യത്തിൽ അമേൻ ചെയ്യുന്നു, ഇസബേല് യഹോവയുടെ പ്രവാചകന്മാരെ കൊല്ലുമ്പോൾ ഓബദ്യാവ് 100 പ്രവാചകന്മാരെ കൂട്ടിക്കൊണ്ട് ചെന്ന് ഓരോ ഗുഹയിൽ 50 പേരായി ഒളിപ്പിച്ച് അപ്പവും വെള്ളവും കൊടുത്തു, രക്ഷിച്ചു. അപ്പൊ അതാണ് ഓബദ്യാവ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, അവിടെ ഓബദ്യാവ് ഒളിപ്പിക്കുക മാത്രമല്ല, അല്ലെ, നമുക്ക് ആശ്വാസ വാക്കുകൾ പറയാൻ എളുപ്പമാണ്. പക്ഷേ നമ്മളിൽ എത്ര പേര് അമേശ്വര വേദനയിലൂടെ കടന്നു പോകുന്ന ആളുകളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്, തകർച്ചയിലൂടെ കടന്നു പോകുന്ന ആളുകളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഓബദ്യാവ് എന്ന് പറയുന്ന ആ ദൈവ മനുഷ്യൻ, യഹോവ ഭക്തനായ ആ മനുഷ്യൻ നമുക്ക് കാണിച്ചു തരുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? അപ്പവും വെള്ളവും കൂടെ കൊടുത്ത് അവരെ എന്ത് ചെയ്തു? രക്ഷിച്ചു. ചില സമയത്ത് അമേശ്വരം ചെയ്യുന്നു, അന്ന് ഓബദ്യാവ് ആ ഒരു കാര്യം ചെയ്തപ്പോ ആരും അത് കാണുന്നുണ്ടാകില്ല കേട്ടോ. നമ്മൾ ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നത് ആരും കാണുന്നുണ്ടാകില്ല കേട്ടോ അമേശ്വരം ചെയ്യുന്നതിന്റെ പ്രിയമുള്ളവരെ. പക്ഷെ അമേശ്വരം ദൈവം കാണുന്നുണ്ട്. ദൈവം അത് കണ്ടത് കൊണ്ടാണ് ഏലിയാവ് മുഖാന്തരമായിട്ട് അമേശ്വരം യാതൊരു ആവശ്യവും ഇല്ല എന്ന് നമുക്ക് തോന്നുമെങ്കിലും ദൈവത്തിന്റെ ചില പദ്ധതികൾ അങ്ങനെയാ. വചനത്തിലൂടെ തന്നെ ചില കാര്യങ്ങൾ ഞാൻ തുറന്ന് സംസാരിക്കുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാ. ഈ ഒരു ഭാഗത്ത് ഇവിടെ നിർത്തിക്കൊണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിലെ 4-ാം അധ്യായത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രിയമുള്ളവരുമായിട്ട് ഒന്ന് തുറന്ന് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തില് 4-ാം അധ്യായത്തിൽ അതിന്റെ 3-ാമത്തെ വാക്യം പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, അവൻ യഹൂദ്യ ദേശം വിട്ട് പിന്നെയും ഗലീലയ്ക്ക് യാത്രയായി. അവൻ ശമരിയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. മനസ്സിലാക്കണമേ, കടന്നു പോകേണ്ടി വന്നു. അതൊരു യാത്രയെ കാണിക്കുന്ന കാര്യമാണ്. അപ്പൊ കടന്നു പോകുവാൻ പദ്ധതി ഉണ്ടായിരുന്നില്ല. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ വാക്കിനെ ഒന്നുകൂടെ കടമെടുത്താൽ മിസ്റ്റർ ഓബദ്യാവിനെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ, ഒന്നുകൂടെ വ്യക്തമായി കുറച്ചുകൂടെ മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ, നമ്മളിൽ പലരും ഈ മീറ്റിംഗിൽ കാണേണ്ടതല്ലായിരുന്നു, നമ്മളിൽ പലതും ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടേണ്ടതായിരുന്നു. പക്ഷേ അമേൻ സ്തോത്രം ചെയ്യുന്ന നമ്മളൊക്കെ ഇതിലൂടെ കടന്നു പോകണം, ഈ ഒരു മീറ്റിംഗിൽ ആയിരിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതി ആയതുപോലെ ദൈവത്തിന് വ്യക്തമായൊരു പദ്ധതി ഉണ്ട് എന്നൊരു കാര്യം ഈ പകൽക്കാലം പ്രിയമുള്ളവർ മനസ്സിലാക്കണം. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ അവിടെ പറയുന്ന കാര്യമുണ്ട്, അവൻ ശമരിയയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ കടന്നു പോകുവാൻ കർത്താവിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് എന്ത് ചെയ്തു? കടന്നു പോകേണ്ടതായിട്ട് വന്നു. അങ്ങനെ അവൻ സുഗാർ എന്നൊരു ശമരിയ പട്ടണത്തിൽ അവിടെ എത്തി. സുക്കാർ എന്ന് പറയുന്ന ഒരു ശമരിയ പട്ടണത്തിലെത്തി. ഈ സുക്കാർ എന്ന് പറയുന്ന വാക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ദൈവാത്മാവിനോട് ഇടപെട്ട ഒരു കാര്യം ഇങ്ങനെയാണ്. സുക്കാർ എന്ന് പറയുന്നതിന്റെ ഒരു ആത്മീക അർത്ഥം എന്ന് പറഞ്ഞാൽ ഏകാന്തതയിൽ ഇരിക്കുന്നവനെ യേശു കണ്ടുമുട്ടുന്ന സ്ഥലമാണ് സുക്കാർ എന്ന് പറയുന്നത്. വചനത്തിലൂടെ തന്നെ പറഞ്ഞാൽ ഈ ശമരിയ സ്ത്രീ എന്ന് പറയുന്ന സഹോദരി, അദ്ദേഹം തന്റെ ജീവിതത്തിന്റെ അകത്ത് വലിയൊരു ഏകാന്തതയിലൂടെ കടന്നു പോവുകയാണ്. അവള് വിചാരിച്ചുകൊണ്ടിരുന്നത് അവളോട് ആരും മിണ്ടത്തില്ല, അവളോട് ആരും സംസാരിക്കത്തില്ല, അവളെ വല്ലാതെ ഒരു ഡീഗ്രേഡ് ചെയ്ത് അവളെ അമേനിച്ചറിഞ്ഞു വല്ലാത്ത രീതിയിൽ തരം താഴ്ത്തുന്ന ഒരു സമൂഹത്തിലാണ് അവൾ കടന്നു പോകുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഓബദ്യാവിന് എന്തുണ്ടായിരുന്നു? ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. പക്ഷെ ശമരിയ സ്ത്രീക്ക് എന്തുണ്ടായിരുന്നില്ല? ഒരു സാക്ഷ്യം
ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവള് ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്റെ ഏകാന്തതയിൽ, എന്റെ വേദനയിൽ, എന്റെ രോഗങ്ങളിൽ, ഞാൻ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ ആരും കാണത്തില്ല എന്ന്. ഇതിൽ ഈ മീറ്റിങ്ങിനകത്തിരിക്കുന്ന പല പ്രിയമുള്ളവരും അങ്ങനെ തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആരും എന്നെ കാണുന്നില്ല എന്ന് ചിന്തിക്കുന്ന താങ്കളുടെ സുക്കാർ എന്ന് പറയുന്ന ആ മേഖലയുടെ അകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് ഇടപെടുന്ന ഒരു കാര്യമുണ്ട്. എന്നാൽ അവിടെ തന്നെ അവളെ കണ്ടുമുട്ടുക എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതി ആയതിനാൽ തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ അവിടെ കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാ, അമ്മയുടെ സഹോദരൻ ചെയ്യുന്നു, ഈ സഹോദരി ആരും കാണാതെയാണ് കിണറ്റിന്റെ അരികിലോട്ട് വരുന്നത്. ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ശമരിയ സ്ത്രീയും കൂടെ ഇന്ന ഒരു വ്യക്തിയും ഉണ്ടായിരുന്നു എന്ന് വചനത്തിൽ എഴുതി വെക്കണമായിരുന്നു. പക്ഷേ അങ്ങനെ ഇല്ലാതെ ഇരുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ കാണുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. അമ്മയുടെ പറഞ്ഞത് ഒരു ശമരിയ സ്ത്രീ വെള്ളം കോരുവാൻ വന്നു എന്ന് പറഞ്ഞാൽ അവൾ ഒറ്റയ്ക്കാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് വചനത്തിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഒരു ശമരിയ സ്ത്രീ കടന്നു വന്നു. പക്ഷെ അവൾ ചിന്തിക്കുന്നത് അമ്മയുടെ പറഞ്ഞു തന്റെ വിഷയത്തിന്റെ അകത്തോട്ട് ആരും കടക്കത്തില്ല എന്ന. ഇന്ന് പകൽക്കാലം എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരോട് ദൈവാത്മാവിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് ഇടപെടട്ടെ. നമ്മുടെ യാത്രാമധ്യേ നമ്മൾ ചില ഏകാന്തതയിലൂടെ കടന്നു പോകുമ്പോൾ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു യാത്രാ അനുഭവമാണ്. ആ യാത്രാനുഭവത്തിൽ നമ്മളായിരിക്കുമ്പോൾ പലപ്പോഴും മാനസികമായി വല്ലാതെ നമ്മൾ തകർന്നു പൊക്കോണ്ടിരിക്കുമ്പോൾ, മാനസികമായി വല്ലാതെ നമ്മൾ വീണ് പൊക്കോണ്ടിരിക്കുമ്പോൾ ആ സുക്കാറിന്റെ അകത്ത് യേശു കർത്താവ് ഇന്ന് താങ്കളുമായിട്ട് ഒരു എൻകൗണ്ടറിന് തയ്യാറാണ് എന്നൊരു കാര്യം തുറന്ന് സംസാരിക്കുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല. അവൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്, ഞാൻ ഇങ്ങനെ ഒരു കാര്യം അവിടെ നിന്ന് ആത്മാവിൽ കൈമാറട്ടെ പ്രിയമുള്ളവർ. ഈ ശമരിയ സ്ത്രീയുടെ ഒരു പ്രത്യേകത, അവൾക്ക് യാതൊരു ഇമേജുമില്ല എന്ന് പറഞ്ഞാൽ അവൾ മറ്റുള്ളവർ പറയുന്നു, കേൾക്കുന്നു, പോകുന്നു, കാര്യങ്ങളെ ക്രമീകരിക്കുന്നു എന്നൊരു രീതിയിൽ മാത്രമാണ് പലപ്പോഴും അവളുടെ ജീവിതം പൊക്കോണ്ടിരുന്നത്. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ അമേൻ സ്തോത്രം ചെയ്യുന്നു, ആർക്കോ വേണ്ടി ജീവിക്കുന്ന ഒരു തലവോ. പക്ഷെ ബൈബിൾ അങ്ങനെ ഒരു കാര്യം എഴുതി വെച്ചിട്ടില്ല. പക്ഷെ ആത്മാവിൽ ഞാനൊരു കാര്യം സംസാരിക്കട്ടെ. ഈ ശമരിയ സ്ത്രീ അവൾ വല്ലാത്തൊരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവളുടെ ഹൃദയമാകെ പൊട്ടി, അവളുടെ ഹൃദയമാകെ തകർന്ന് അവൾ വല്ലാത്തൊരു ഭാരത്തിലൂടെയാണ് കടന്ന് പൊക്കോണ്ടിരിക്കുന്നത്. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അമേൻ സ്തോത്രം അവിടെ അമേൻ സ്തോത്രം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇങ്ങനെയാണ്. എന്നറിയാമോ? അമേൻ സ്തോത്രം ആ സാഹചര്യത്തിനകത്ത് ഞാൻ ചിന്തിക്കുകയാ, അവള് വെള്ളം കോരി വീട്ടിൽ കൊണ്ടുപോയി വെച്ച് അവൾ എന്ത് ചെയ്യുക, മരിക്കാൻ പോലും തീരുമാനിച്ചു നിൽക്കുന്ന ഒരു സമയമാണ്. അത് വചനത്തിലൂടെ തന്നെ ഒന്ന് തെളിയിച്ചാൽ അങ്ങനെ വെച്ചിട്ടില്ല. നിങ്ങൾ അത് ഒരിക്കലും മിസ്ഇന്റർപ്രിറ്റ് ചെയ്യരുത്. ഒരിക്കലും പറയരുത് ഇങ്ങനെ ഒരു പുള്ളി വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു പോയി എന്ന് പറയരുത്. ഞാനൊരു ആത്മീയമായ ദൂത് അതുമായിട്ട് കണക്ട് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വായിച്ച 17-ാം അധ്യായത്തിൽ അമീൻസർ അവിടെ കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. അമീൻസർ അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ അമീൻസറും ചെയ്യുന്നു. അവിടെ പറയുന്ന കാര്യം, 2 വിറക് പിറക്കുന്നു, ഇത് കൊണ്ട് ചെന്ന് എനിക്കും മകനും വേണ്ടി ഒരുക്കി അത് ഞങ്ങൾ തിന്നിട്ട് മടിപ്പാനിരിക്കുകയായിരുന്നു. ഒരുക്കിയിട്ടുള്ള മരണം എന്ന് പറഞ്ഞാൽ ചിലതൊക്കെ ആമേൻ നമ്മുടെ ആത്മീയ ലോകത്തിൽ അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില കാര്യങ്ങളെല്ലാം നമ്മൾ ഒരുക്കി വെക്കുന്നു. അതിനുശേഷമായിട്ട് നമ്മൾ ആമേൻ മരണത്തെ കുറിച്ച് ചിന്തിക്കുന്നു. ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലകളിലൊക്കെ മരണം എന്ന് പറയുന്ന ആ കൂട്ടുകാരനെ വിളിക്കുന്ന ഏതെങ്കിലും വ്യക്തി ജീവിതങ്ങൾ ഇതിന്റെ അകത്ത് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ അവരോട് വ്യക്തമായിട്ട് ഞാനൊരു കാര്യം സംസാരിക്കട്ടെ. ഭൗതിക നമ്മൾ ഈ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രത്യക്ഷമായ ഒരു മരണത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ആത്മീക മേഖലയുടെ അകത്ത് ഏതൊക്കെയോ വിഷയത്തിന്റെ അകത്ത് ഞാൻ മരിച്ചുപോയി, ഇനി ഞാൻ പുറത്തോട്ട് വരത്തില്ല, എന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഞാൻ പുറകോട്ട് പോയി, എന്റെ ആത്മീക ജീവിതത്തിൽ ഞാൻ പുറകോട്ട് പോയി, വല്ലാതെ ഞാൻ തളർന്നിരിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും വ്യക്തി ജീവിതങ്ങളാ എന്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ ശമരിയ സ്ത്രീയും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാ, എന്റെ ഐഡന്റിറ്റി നശിച്ചു പോയി, ഇനി ആരും എന്നെ ശ്രദ്ധിക്കത്തില്ല, ഇനി ആരും എന്നെ കാണത്തില്ല, ഇനി ആരും എനിക്ക് വേണ്ടി പ്രവർത്തിക്കത്തില്ല, ഇനി ആരും അമേൻസർ യാതൊരു കാര്യങ്ങളും ചെയ്യത്തില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന ആ സമയത്തിന്റെ മധ്യേ അമേൻസർ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവളോട് വ്യക്തമായി ഇടപെടുമ്പോൾ അവളുടെ ഹൃദയത്തിനകത്ത് വലിയൊരു ഭാരം ഇരിക്കുന്നുണ്ട്. കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിനക്ക് എത്ര ഭർത്താക്കന്മാരുണ്ട്? അവൾ പറയുന്ന ഒരു കാര്യമുണ്ട്, അമേൻസറിന് ചെയ്യുന്നു, എനിക്ക് ഇപ്പോൾ ഭർത്താവ് ഇല്ല എന്ന് പറഞ്ഞാൽ അവളുടെ ഹൃദയത്തിനകത്ത് വലിയൊരു വേദന ഇരിക്കും. അപ്പോൾ കർത്താവ് അവളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവനോ നിന്റെ ഭർത്താവ് അല്ല. അവിടെ നിന്നൊരു ദൂത് ഞാൻ ഇങ്ങനെ വളരെ ശാന്തമായിട്ട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ് പ്രിയരെ. അവളുടെ ഹൃദയത്തിന്റെ അകത്തുള്ളത് കർത്താവ് തുറന്നു പറഞ്ഞത് അതൊരു എൻകൗണ്ടറാണ് എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയരെ ഈ മീറ്റിങ്ങിന്റെ അകത്തിരിക്കുന്ന പല പ്രിയങ്ങളുടെ ഹൃദയത്തെ നമുക്ക് വായിക്കാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങളുടെ ഹൃദയത്തെ നന്നായിട്ട് അറിയുന്ന ഒരു കർത്താവ് ഇന്ന് പകൽക്കാലമായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു വൈകുന്നേര സമയത്ത് ഈ മീറ്റിങ്ങിന്റെ അകത്ത് ആയിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സോദരം ചെയ്യുന്നു. തങ്കൽ ഏകാഗ്ര ചിത്തരായിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്.
ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ അവൻ സത്യസന്ധമായിട്ട് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവന് അല്ലെങ്കിൽ അവൾക്ക് വേണ്ടിയിട്ട് ദൈവത്തിന്റെ ഒരു അസാധാരണമായ ഇടപെടൽ ഉണ്ട് എന്നുള്ളത് തുറന്ന് സംസാരിക്കുന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ നമ്മൾ വായിച്ച വാക്യം കുറിവാക്യം ഇങ്ങനെ പറഞ്ഞത്, ആഹാബിന് നിന്നെ തന്നെ കാണിക്ക എന്ന് ഏലിയാവോട് ദൈവം പറയുന്നു. എന്നാൽ ആഹാബിന്റെ മുമ്പാകെ ഏലിയാവ് തന്നെ താൻ കാണിച്ചു, അതൊക്കെ കാര്യമൊക്കെ ശരിയാ. പക്ഷെ ഞാൻ ആ ഒരു ദൂതനെ ഇങ്ങനെ ഈ ഒരു ശമര്യാക്കാരിയുടെ ഇതുമായിട്ടൊന്ന് കണക്ട് ചെയ്താൽ, ആഹാബിനെ തന്നെത്താൻ കാണിക്കുവാൻ, ആഹാബിന്റെ മുമ്പാകെ തന്നെത്താൻ കാണിക്കുവാൻ ഏലിയാവിനോട് ദൈവം പറഞ്ഞുവെങ്കിൽ, പുതിയ നിയമത്തിൽ യേശു കർത്താവ് തന്നെത്താൻ നമ്മുടെ മുമ്പിൽ വെളിപ്പെടും. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് പകൽക്കാലം ശമര്യാ സ്ത്രീയുടെ മുന്നിൽ ആ ഒരു യാത്രയുടെ മധ്യേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെട്ടു എങ്കിൽ, പ്രിയരെ, നമ്മളായിരിക്കുന്ന ജീവിത സാഹചര്യത്തിന്റെ അകത്ത്, നമ്മളായിരിക്കുന്ന പ്രത്യേകമായ മേഖലയുടെ അകത്ത്, നമ്മൾ കടന്നു പോകുന്ന പ്രത്യേകമായ വിഷയത്തിന്റെ അകത്ത് ദൈവം തന്നെ തന്റെ മഹത്വം വെളിപ്പെടുത്തുമെന്ന് ചിന്തിക്കുന്ന പ്രിയമുള്ളവർക്കായിട്ട് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ശമര്യാ സ്ത്രീ ചിന്തിച്ച കാര്യം ഇതാ, എന്നെ ആരും കാണുന്നില്ലല്ലോ, എന്റെ സാഹചര്യം ആരും മനസ്സിലാക്കുന്നില്ലല്ലോ. സമൂഹത്തിൽ പോലും യാതൊരു വിലയുമില്ലാതിരുന്ന അതേ ശമര്യാ സ്ത്രീക്ക് തന്നെ വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത്ഭുതകരമായിട്ട് കാര്യങ്ങളെ ചെയ്തുവെങ്കിൽ, ദൈവത്തിന്റെ സ്വന്തം ജനമായ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ നൽകിയ നമുക്ക് വേണ്ടി എത്രയധികം ദൈവം അടുത്ത് ഇറങ്ങി വരും. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കാണുന്ന ഒരു കാര്യമുണ്ട്, ഉള്ളവരെ നമ്മുടെ നല്ല കൂട്ടുകാരനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മാറുന്ന ഒരു രാത്രികാലമായിട്ട്, ഒരു പകൽക്കാലമായിട്ട്, ഈ പകൽക്കാലത്തെ മാറ്റുവാൻ നമ്മൾ തയ്യാറാകുന്നുവെങ്കിൽ നിന്റെ വഴിയാത്രയുടെ മധ്യേ ദൈവവുമായിട്ട് നിനക്കൊരു എൻകൗണ്ടർ ഉണ്ടാകുമെന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, ജീവിതത്തിന്റെ ചില പ്രത്യേകമായ മേഖലകളിൽ നമ്മൾ മുന്നോട്ടേക്ക് കടന്നു പോകുമ്പോൾ നമ്മൾ വല്ലാതെ അങ്ങ് പോസ് ആയി പോകും. പക്ഷേ ഈ ദിവസങ്ങളിലെല്ലാം ദൈവാത്മാവിനോട് ഇടപെടുന്ന ഒരു കാര്യമുണ്ട്. ചെറിഞ്ഞു വലിയ ചെറിഞ്ഞു ടേണിങ്ങിന് മുമ്പായിട്ട് നമ്മൾ ഈ വളവുകളൊക്കെ തിരിയുമ്പോൾ, ഞങ്ങളുടെ വയനാട്ടിലൊരു ചുരമുണ്ട്, ആ ചുരത്തിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചെറിഞ്ഞു ഓടിച്ചു വിട്ടൊന്നും പോകാൻ പറ്റത്തില്ല. ആ വളവുകൾ എത്തുമ്പോൾ ഒന്ന് തിരിയണം. ഇന്ന് രാവിലെ ഞാനിങ്ങനെ മറ്റൊരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് ദൈവാത്മാവ് എന്നോട് ഇടപെട്ടൊരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് വണ്ടിയിൽ ആക്സിലേറ്ററും ബ്രേക്കും ക്ലച്ചും വെച്ചേക്കുന്നത്? നമുക്ക് അതിന് ABC എന്ന് പറയാം, ആക്സിലേറ്റർ, ബ്രേക്ക്, ക്ലച്ച്. ആക്സിലേറ്റർ എന്ന് പറഞ്ഞാൽ ചില സമയത്ത് ആത്മീക മേഖലയുടെ വേഗത നമ്മൾ കൂട്ടണം. ചില സമയത്ത് നമ്മൾ അതിന്റെ ഗിയറുകൾ മാറ്റണം. ആ ഗിയറുകളെ പ്രാർത്ഥന കൊണ്ട്, ആരാധന കൊണ്ട്, എല്ലാ ടൈമും നമ്മൾ പ്രാർത്ഥന കൊണ്ട് തന്നെ ഇരുന്ന കാര്യം നടക്കത്തില്ല. എല്ലാ ടൈമും നമ്മൾ ഉപവാസം കൊണ്ട് തന്നെ ഇരുന്ന കാര്യം നടക്കത്തില്ല. അപ്പൊ ഗിയർ എന്ത് ചെയ്യണം? അപ്പ് ആൻഡ് ഡൗൺ ചെയ്യണം. ചില സമയത്ത് വചന വായനയായിരിക്കാം, ചില സമയത്ത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കാം, ചില സമയത്ത് നമ്മൾ തന്നെ വ്യക്തിപരമായിട്ട് ഇരിക്കുന്നതായിരിക്കാം, ചില സമയത്ത് ആ ഗിയറുകൾ നമ്മൾ എന്ത് ചെയ്യണം? മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വാഹനത്തിന്റെ അകത്ത് റിവേഴ്സ് എന്ന് പറയുന്നൊരു ഗിയർ ഉണ്ട്. ആ റിവേഴ്സ് ഗിയറിന്റെ പ്രത്യേകത എന്നാണെന്നറിയാമോ? നാളെയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, നാളെയെ കുറിച്ച് വല്ലാതെ ഭാരപ്പെടുമ്പോൾ, നമ്മുടെ സുഗാറിന്റെ അകത്ത് ആരും കടന്നു വരില്ല എന്ന് ചിന്തിക്കുന്ന ആ സുഗാറിന്റെ അകത്ത് നമ്മൾ ഓർക്കണം, ഇന്നലെ വരെ നടത്തിയൊരു ദൈവം ഉണ്ടെന്ന്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു മനോഹരമായ ഒരു കോട്ടുണ്ട്, സംടൈംസ് ദ ക്വസ്റ്റ്യൻസ് അബൌട്ട് ദ ഫ്യൂച്ചർ ആൻസേർഡ് ബൈ ദ മെമ്മറീസ് ഓഫ് പാസ്റ്റ് എന്ന് പറഞ്ഞാൽ, നാളെയെ കുറിച്ച് നമ്മൾ വല്ലാതെ ചോദ്യം ചെയ്യുമ്പോൾ നമ്മുടെ ഇന്നലത്തെ അനുഭവത്തെ കുറിച്ച് ഓർത്താൽ മതി. അവിടെയാണ് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, ചില സമയത്ത് ഞാൻ ആ ഒരു കാര്യത്തിൽ ഒന്നുകൂടെ കണക്ട് ചെയ്ത് സംസാരിച്ച് അവസാനിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. ഗിയർ നമ്മൾ ചില സമയത്ത് മാറ്റണം. ആ ഗിയർ മാറ്റാതിരിക്കുമ്പോഴാണ് ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഗിയർ നമ്മൾ മറ്റുള്ളവരായി കൊടുത്തിട്ട് പോകും. അപ്പൊ അവരെന്നാ ചെയ്യും? അവർക്ക് തോന്നിയതുപോലെ അവരെന്ത് ചെയ്യും? ഗിയർ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യും. പക്ഷേ ഒരു വാഹനത്തെ സംബന്ധിച്ചിടത്തോളം ആ വാഹനം സ്മൂത്ത് ആയിട്ട് പോകണമെങ്കിൽ ക്ലിയർ ആയിട്ട് അതിന്റെ ഗിയർ എന്ത് ചെയ്യണം? അപ്പ് ആൻഡ് ഡൗൺ ചെയ്യണം. അടുത്ത ഒരു പ്രത്യേകത, ചില സമയത്ത് നമ്മൾ ആക്സിലേറ്റർ എന്ത് ചെയ്യണം? നമ്മൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണം. എന്തിനാ വാഹനത്തിലെ ദൈവം ബ്രേക്ക് വെച്ചേക്കുന്നത്? വാഹനത്തിൽ ബ്രേക്ക് വെച്ചേക്കുന്ന ചുമ്മാ വെച്ചേക്കുന്നതാണോ? അല്ല. വാഹനത്തിൽ ബ്രേക്ക് വെച്ചേക്കുന്ന ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുവാണ്, എനിക്ക് ആപത്തിനടുത്തൊന്നും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് നമുക്ക് ആ ബ്രേക്ക് എടുത്ത് കളയാൻ പറ്റും? ഒരിക്കലും പറ്റത്തില്ല. അപ്പൊ ബ്രേക്ക് എന്ന് പറയുന്ന കാര്യം ആത്മീക മേഖലയെ ഒന്ന് കണക്ട് ചെയ്ത് പറഞ്ഞാൽ, ചില കാര്യത്തോട് നമ്മൾ എന്ത് ചെയ്യണം? ബ്രേക്ക് ഇടണം. ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ചിലതിന് നമ്മൾ ബ്രേക്ക് ഇടണം. അത് പലപ്പോഴും നമ്മൾ ചില കാര്യങ്ങളെ ബ്രേക്ക് ചെയ്യാതെ ഇരിക്കുമ്പോഴാണ് അത് നമ്മുടെ ശുശ്രൂഷയെ പോലും എന്ത് ചെയ്യുന്നത്? ബാധിക്കുന്നത്. പ്രിയമുള്ളവരെ, ചില ബന്ധങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? ബ്രേക്ക് ഇടണം. ചില സോദരൻ ചെയ്യുന്നു, ചില കാര്യങ്ങൾ ദൈവനാമത്തിന് വിപരീതമായി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ബ്രേക്ക് ഇടണം. സോദരൻ ചെയ്യുന്നു. എന്തുകൊണ്ടാണ് സോദരൻ ചെയ്യുന്നത്? ഈ നമ്മൾ സോദരൻ വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്ന ഒരു വാഹനം സഡൻ ബ്രേക്ക് ഇട്ടാൽ അത് അപകടത്തിന് ചാൻസ് ഉണ്ട്, അല്ലെ?
ചില സമയത്ത് നമ്മൾ സഡൻ ബ്രേക്ക് അല്ല, നോർമൽ ആയിട്ട് ബ്രേക്ക് പിടിച്ചാൽ ഈ സഡൻ ബ്രേക്കിന്റെ ആവശ്യം വരത്തില്ല. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ സർ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഈ ശമരിയ സ്ത്രീ സർ അവൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ജീവിതത്തിനകത്ത് ഭയങ്കര ഒരു വേദനയിലൂടെയാണ്. അവളുടെ ഗിയർ പലരും കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ആ 5 ഭർത്താക്കന്മാരെ കുറിച്ച് അവിടെ പറയുന്നത്. നമ്മുടെ ജീവിതം കൺട്രോൾ ചെയ്യേണ്ടത് മറ്റൊരാളായിരിക്കരുത്. നമ്മുടെ ശുശ്രൂഷ കൺട്രോൾ ചെയ്യേണ്ടത് മറ്റൊരു വ്യക്തി ആയിരിക്കരുത്. പറഞ്ഞു നമ്മുടെ കാഴ്ചപ്പാടുകൾ കൺട്രോൾ ചെയ്യേണ്ടത് മറ്റൊരു വ്യക്തി ആയിരിക്കരുത്. നമ്മുടെ ദർശനങ്ങൾ കൺട്രോൾ ചെയ്യേണ്ടത് മറ്റൊരു വ്യക്തി ആയിരിക്കരുത്. ആത്മീക മേഖലയുടെ അകത്ത് ഇന്ന് നമ്മൾ നമ്മുടെ പല ശുശ്രൂഷകളും മറ്റുള്ളവരെ ഏൽപ്പിച്ച് നമ്മൾ പോകുമ്പോൾ അവിടെയാണ് നമ്മൾ പരാജയപ്പെടുന്നത്. പക്ഷെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. അതിനുശേഷം അവിടെ ആക്സിലേറ്റർ ഉണ്ട്, ബ്രേക്ക് ഉണ്ട്, ക്ലച്ച് ഉണ്ട്. ഈ ഗിയർ മാറ്റുന്നതിന് മുമ്പ് ക്ലച്ചിൽ എന്ത് ചെയ്യണം? നമ്മൾ ചവിട്ടണം. ആ ക്ലച്ചിനെ ഒന്നുകൂടെ ഇങ്ങനെ വ്യക്തമായി പറഞ്ഞാൽ സ്വതന്ത്രം ചെയ്യുന്നു. നമുക്ക് ആ ക്ലച്ച് നമുക്ക് എപ്പോഴും സ്വതന്ത്രം ചെയ്യുന്നു. നമ്മുടെ ആത്മീക മേഖലയായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് ഇങ്ങനെ സംസാരിച്ചാൽ നമ്മൾ ഓരോ ടൈമും ഗിയർ മാറ്റുന്നതിന് മുമ്പ്, തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ദൈവത്തോട് ചോദിക്കണം കേട്ടോ. കർത്താവേ, ഞാൻ ചെയ്യുന്ന ഈ ഒരു കാര്യം സത്യസന്ധമാണോ? ഞാൻ ചെയ്യുന്ന ഈ ഒരു കാര്യം യാഥാർത്ഥ്യമാണോ? പ്രിയമുള്ളവരെ, നമുക്ക് മറ്റുള്ളവരുടെ നേരെ വിരൽ ചൂണ്ടുവാൻ വളരെ എളുപ്പമാണ്. പക്ഷേ നമ്മൾ നമ്മുടെ നേരെ ഒന്ന് വിരൽ ചൂണ്ടുവാൻ തയ്യാറാകുന്നുവെങ്കിൽ അവിടെ നമുക്ക് ആത്മീക മേഖലയുടെ വേഗത കൂട്ടുവാൻ സാധിക്കും. ഏത് മേഖലയിലാണോ ബ്രേക്ക് ഇടേണ്ടത് അത് മനസ്സിലാക്കുവാൻ സാധിക്കും. പോട്ടെ, വളരെ വേഗത്തിൽ ഒരു വാഹനം പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് വാഹനം നിർത്തിയതിന് ശേഷമായിട്ട് നമ്മൾ ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്ന കാര്യം അത് ഒന്നുകൂടി ഒരു കൺട്രോളാണ് എന്നൊരു കാര്യം ഉറപ്പിക്കുകയാണ്. നമ്മുടെയൊക്കെ പല വിഷയത്തിന്റെ ഹാൻഡ് ബ്രേക്ക് ഇന്ന് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്പെഷ്യലിസ്റ്റുകളാണ്. നമ്മുടെ പലതിന്റെയും ഹാൻഡ് ബ്രേക്ക് എന്ന് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള വ്യത്യസ്തമായ ആളുകളാണ്. പക്ഷേ ദൈവാത്മാവിൽ കൃത്യമായിട്ട് ഞാനൊരു കാര്യം തുറന്ന് സംസാരിക്കട്ടെ. നമ്മുടെ ജീവിതത്തെ കൺട്രോൾ ചെയ്യേണ്ടത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവായിരിക്കണം. നമ്മുടെ ജീവിതത്തെ കൺട്രോൾ ചെയ്യുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് എങ്കിൽ മഹാഭക്തനായ ഒബദ്യാവിനെ ആരും കണ്ടിട്ടുണ്ടാകുകയില്ല, ആരും അറിഞ്ഞിട്ടുണ്ടാകുകയില്ല. പക്ഷെ ദൈവം അവന് വേണ്ടി ഒരുക്കിയ സീസണിന്റെ അകത്ത് ആ വഴിയാത്രയിൽ വെച്ച് അവനെ കണ്ടുമുട്ടിയെങ്കിൽ ശമരിയ സ്ത്രീ എല്ലാവരാലും തള്ളപ്പെട്ടവളാ. ഈ 2 കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്നറിയാമോ? ഒന്ന്, നമ്മുടെ ജീവിതത്തെ നമുക്ക് തന്നെ ക്രമീകരിക്കാം. എവിടെയാണോ നമ്മൾ വീഴ്ചകളിലൂടെ കടന്നുപോയത്, എവിടെയാണോ നമ്മൾ താഴ്ചയിലൂടെ കടന്നുപോയത്, എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യാത്ത ഒരു കാര്യം നമ്മൾ മറ്റുള്ളവരോട് പ്രസംഗിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കാത്ത ഒരു കാര്യം നമ്മൾ മറ്റുള്ള മുമ്പാകെ നമ്മൾ എന്ത് ചെയ്യാൻ കാണിക്കരുത്, നമ്മളെ തന്നെ കാണിക്കുവാൻ വേണ്ടി പറയരുത്. അങ്ങനെ വരുമ്പോഴൊക്കെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് വലിയ പരാജയങ്ങൾ വരുന്നത് എന്നൊരു കാര്യം പ്രിയമുള്ളവർ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ പകൽക്കാലം ഒരു കാര്യം കൂടി ഞാൻ അവിടുന്ന് കണക്ട് ചെയ്യട്ടെ. ഒബദ്യാവ് മഹാഭക്തനായിരുന്നു. ശമരിയ സ്ത്രീക്ക് യാതൊരു സാക്ഷ്യവും ഉണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ ദൈവം എല്ലാവർക്കും ഒരു 2ാമത്തെ അവസരം കൊടുക്കും. ആ 2ാമത്തെ അവസരം നമ്മുടെ ഏത് വഴിയാത്രയിലാണെങ്കിലും, ഏത് സുഖാറിന്റെ അനുഭവത്തിലാണെങ്കിലും, ആരും കാണാത്ത അനുഭവത്തിലാണെങ്കിലും, ആരും മനസ്സിലാക്കാത്ത അനുഭവത്തിലാണെങ്കിലും, ആരോടും പറഞ്ഞിട്ടും തിരിച്ചറിയാത്ത അനുഭവത്തിലാണെങ്കിലും ദൈവാത്മാവ് ഇടപെടുന്ന ഒരു കാര്യം എന്നറിയാമോ? അതിന്റെ അകത്ത് തന്നെ കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതകരമായിട്ട് കാര്യങ്ങളെ പ്രവർത്തിക്കും. നമ്മുടെ ചിന്ത ഇന്ന് ഇങ്ങനെയായിരുന്നു: വഴിയാത്രയുടെ മധ്യേ ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം. ചില യാത്രകൾ നമ്മൾ പുറപ്പെടുവാൻ തയ്യാറാകുമ്പോൾ, പ്രാർത്ഥിച്ച ചില കാര്യങ്ങൾ നമ്മൾ തീരുമാനിച്ച് മുന്നോട്ട് പോകുവാൻ തയ്യാറാകുമ്പോൾ, ആത്മാവിൽ ചില കാര്യങ്ങളെ പ്രഖ്യാപിച്ച് നമ്മൾ മുന്നോട്ട് പോകുവാൻ തയ്യാറാകുമ്പോൾ, അവിടെ കാണുന്ന ഒരു കാര്യമുണ്ട്. ഭക്തനായ ഏലിയാവ് ഒബദ്യാവിനെ കണ്ടുമുട്ടിയതുപോലെ ചില അവിസ്മരണീയമായ കൂട്ടിമുട്ടലുകൾ നമ്മുടെ ജീവിതത്തിനകത്തും ഉണ്ടാകുമെന്ന് വളരെ വ്യക്തമായിട്ട് ദൈവാത്മാവിൽ സംസാരിച്ചുകൊണ്ട് ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. സ്വർഗീയ നല്ല പിതാവേയപ്പ, അനുഗ്രഹിക്കപ്പെട്ട നല്ല മനോഹരമായ സമയത്തിന് നന്ദി. കർത്താവെ, വഴിയാത്രയിൽ വെളിപ്പെടുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ഞങ്ങളുടെ ആത്മീക മേഖലയുടെ ഗിയറുകൾ പലപ്പോഴും ഞങ്ങൾ അത് മാറ്റേണ്ടതായിട്ടുണ്ട് എന്നൊരു കാര്യം ഞങ്ങൾ ഈ പകൽക്കാലം തുറന്ന് സമ്മതിക്കുകയാണ്. ജീവിതത്തിൽ പലപ്പോഴും കർത്താവെ, പല വിഷയത്തിനകത്ത് ഞങ്ങൾ ഭാരപ്പെട്ടിട്ടുണ്ട്, തകർച്ചയിലൂടെ കടന്നുപോയിട്ടുണ്ട്, വേദനയിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഞങ്ങളുടെ വിഷയത്തിനകത്ത് ആരും പ്രവർത്തിക്കത്തില്ല എന്ന് പോലും ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഈ വൈകുന്നേര സമയത്ത്, ഡാളസിലെ പകൽ സമയത്ത് കർത്താവിന്റെ തന്നെ ഒരുമിച്ചായിരിക്കുവാൻ കർത്താവ് നൽകിയ വലിയ സാവകാശത്തിനായിട്ട് നന്ദി. കർത്താവെ, കടന്നു വന്ന ഓരോ പ്രിയമുള്ളവരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവനാമം മഹത്വം ഉയർന്നാട്ടെ. അങ്ങ് പ്രാർത്ഥന കേട്ട് വലിയ ചെയ്തിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.